ഹായ് ഫ്രണ്ട്സ്, ചങ്ങായി വ്ളോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല, സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കട്ട തൈര് നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കാനായിട്ടാണ്. ഈ ഒരു തൈര് തയ്യാറാക്കുന്നതിനാവശ്യമായിട്ട് നമുക്ക് ഉറയൊഴിച്ച് വെക്കേണ്ട കാര്യമില്ല കേട്ടോ. പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, വീഡിയോയിലേക്ക് തന്നെ പോകാം. അപ്പോൾ നമ്മൾ കട്ടത്തൈര് തയ്യാറാക്കുന്നതിനാവശ്യമായിട്ട് ഞാനിവിടെ 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. ഇത് കടയിൽ നിന്ന് മേടിച്ച കുപ്പിപ്പാലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ സൊസൈറ്റിയിൽ നിന്നോ മിൽമയിൽ നിന്നൊക്കെ മേടിക്കുന്ന പാലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് കുറച്ച് നല്ല കട്ടിയുള്ള പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ വെള്ളമൊക്കെ ചേർത്തിട്ട് വരുന്ന ലൂസ് പാലാണ് കിട്ടുന്നതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു 10-15 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ പാലൊന്ന് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഇത് കട്ടി പാലായതുകൊണ്ട് തന്നെ എനിക്കൊരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ഈ പാല് ഞാൻ റെഡിയാക്കി എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പാല് തയ്യാറാക്കുമ്പോഴത്തേക്ക് എപ്പോഴും ഇതേപോലെ ഒരു സ്പൂണോ തടിത്തവിയോ എന്തെങ്കിലും വെച്ചിട്ട് ആ പാല് ഇളക്കി കൊടുത്ത് വേണം നമ്മളതിനെ തിളപ്പിച്ചിട്ട് എടുക്കാനായിട്ട് കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു തൈര് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഞാൻ ഒരു 2 മിനിറ്റോളമൊക്കെ ആയിട്ടുണ്ട്. നല്ലതുപോലെ ഇതിനെ ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കുവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പാലെല്ലാം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് നേരം കൂടി നമുക്ക് ഈ ഒരു പാലിനെ തിളപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കട്ട പാലായതുകൊണ്ട് തന്നെ ഞാനിതിനെ വറ്റിച്ചെടുക്കുന്നില്ല. നമുക്ക് തിളച്ച ഉടനെ തന്നെ മാറ്റി കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ പാലൊക്കെ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതേപോലെ എൻ്റെ കൂട്ടുകാരും ഇന്നേ വരെ തൈര് തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും വീഡിയോ ഒക്കെ ഇഷ്ടമാകുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ പാലിൻ്റെ തീയൊക്കെ ഞാനൊന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഇനി തണുക്കാനായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. പാല് നല്ലതുപോലെ തണുത്തതിന് ശേഷം നമ്മൾ ഇതേപോലെ ചെയ്തെടുക്കാനായിട്ട് പാടില്ല. അത്യാവശ്യം നല്ല ചൂടോടുകൂടി തന്നെ പാലിലേക്ക് നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുത്താൽ മാത്രമാണ് നമുക്ക് തൈര് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ പാലൊന്ന് ചെറുതായിട്ടൊന്ന് തണുപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തിളച്ച പാലിൽ നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുക്കാനായിട്ട് പാടില്ല കേട്ടോ. ഇതേപോലെ പാല് അടുപ്പിൽ നിന്ന് ഇറക്കിയാലും ഇതേപോലെ തന്നെ ഇളക്കി കൊടുത്ത് നിൽക്കുക. അപ്പം പാലിൻ്റെ ചൂടൊക്കെ ഒന്ന് ചെറുതായിട്ട് കുറഞ്ഞ് വരുമ്പോഴത്തേക്കാണ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പാലൊക്കെ ഏതാണ്ടൊന്ന് ചൂടാറിയിട്ടുണ്ട്. നമ്മളൊക്കെ കുടിക്കാനെടുക്കുന്ന ഒരു പരുവമുണ്ടല്ലോ, ആ പരുവം വരെ ഒന്ന് ചൂടാറിയാൽ മതി. അപ്പോൾ പാലൊക്കെ ഒന്ന് ചൂടാറിയിട്ടുണ്ടോ എന്ന് നോക്കാനായിട്ട് ഇതേപോലെ വിരലൊന്ന് ചെറുതായിട്ട് അതിലേക്ക് മുക്കി കൊടുക്കുക. അപ്പോൾ കൈയൊന്നും പൊള്ളാത്ത രീതിയിലുള്ള ചൂടാണെങ്കിൽ നമുക്ക് തൈരുണ്ടാക്കാനായിട്ട് പാല് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പാലൊക്കെ ഞാനൊന്ന് മാറ്റി വെച്ച് കൊടുത്തിട്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു ബൗൾ എടുക്കാം. ആ ഒരു ബൗളിലേക്ക് ഒരു വലിയ സ്പൂണ് തൈര് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. തൈര് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ബീറ്റർ വെച്ചോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചോ എന്തെങ്കിലും വെച്ചിട്ട് ഇതിനെ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. തൈര് ഒഴിക്കുന്നുണ്ട്. വലിയൊരു സ്പൂണിൽ തന്നെ നമ്മൾ തൈര് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതിനുശേഷം ആ ഒരു സ്പൂൺ വെച്ചിട്ട് തന്നെ ഇതിനെ നല്ലതുപോലെ ഇളക്കി കട്ടയൊക്കെ പോണ രീതിയിൽ ഉടച്ചെടുക്കുക. അതിനുശേഷം ഞാൻ ഇവിടെ കാച്ചി വെച്ചിട്ടുള്ള പാലിൽ നിന്നും കുറച്ച് പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒഴിക്കുമ്പോഴത്തേക്ക് ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം. നല്ല കട്ടയ്ക്കുള്ള തൈര് തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. പാലും നമ്മുടെ തൈരും ഒക്കെ നല്ലതുപോലെ തന്നെ ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് കുറച്ച് പാല് ഞാനൊന്ന് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ആ പാലിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത തൈരും പാലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് മൂടി കൊടുത്തിട്ട് മാറ്റി വയ്ക്കാവുന്നതാണ്.
ഒരു 8 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിതിനെ ഒന്ന് തുറന്ന് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ തൈര് എങ്ങനെയായി കിട്ടിയിട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ കഴിയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് നല്ല ചൂടോട് കൂടി തന്നെയാണ് ചെയ്യാനുള്ളത്, പാല് തണുത്തിട്ടല്ല ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ പാലും തൈരും ഒക്കെ നല്ലതുപോലെ ഞാൻ മിക്സ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ രണ്ടാമത്തെ ഒരു മെത്തേഡാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു പാത്രത്തിലേക്ക് ഞാൻ ബാക്കി പാല് കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ പാലും കൂടി ഒഴിച്ചതിലേക്ക് ഞാൻ 2 പച്ചമുളക് കഴുകി എടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് മുക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പച്ചമുളകിൻ്റെ ഞെട്ടൊന്നും കളയേണ്ട ആവശ്യമില്ല. ഞെട്ടോടുകൂടി തന്നെ ഇതേപോലെ ഒന്ന് ഈ പാലിലേക്കൊന്ന് മുക്കി വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിനെ ഒന്ന് മൂടിക്കൊടുത്തിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ തൈര് ഒഴിച്ചിട്ടുള്ള പാലുണ്ടല്ലോ, അതാവുമ്പോഴത്തേക്കും 8 മണിക്കൂർ വെച്ചാൽ മാത്രം മതി. ഇതാ രാവിലേക്ക് ആയപ്പോഴത്തേക്കും നമ്മുടെ കട്ട തൈര് റെഡിയായി കിട്ടിയിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ നമ്മൾ പച്ചമുളക് ഇട്ട് വെച്ചേക്കുന്ന പാല് 8 മണിക്കൂർ കൊണ്ട് നല്ല കട്ട തൈരായിട്ട് കിട്ടത്തില്ല. തൈരായിട്ട് കിട്ടും, പക്ഷേ കട്ട തൈര് വേണമെങ്കിൽ അത് മിനിമം ഒരു 12 മണിക്കൂറെങ്കിലും വെച്ചിരിക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഒഴിച്ചിട്ടുള്ള കട്ട തൈര് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ മറ്റേ പച്ചമുളക് ഇട്ടിട്ടുള്ള ആ ഒരു പാലിൻ്റെ അടപ്പൊക്കെ തുറന്നിട്ട് നിങ്ങൾക്കായിട്ട് കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മുടെ ഒഴിച്ച തൈര് ഞാൻ അങ്ങോട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി പച്ചമുളക് ഇട്ട തൈര് എങ്ങനെയായി കിട്ടിയിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. പച്ചമുളകൊക്കെ നല്ല രീതിക്ക് തന്നെ വെള്ളോട്ടൊക്കെ ഒന്ന് പൊങ്ങി കിടക്കുന്നുണ്ട്. തൈരും അതുപോലെ തന്നെ പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു തൈരിൽ നിന്ന് പച്ചമുളകൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. കാരണം കട്ട തൈര് തയ്യാറാക്കാനായിട്ട് നമുക്ക് 2 പച്ചമുളകിൻ്റെ ആവശ്യമേ ഇവിടെ വന്നിട്ടുള്ളൂ. നോക്കിക്കേ, നല്ല സൂപ്പർ കട്ട തൈര് തന്നെ ഇവിടെ റെഡിയാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു തൈരിൻ്റെ അകത്തേക്ക് പച്ചമുളക് ഒക്കെ ഇട്ട് കൊടുത്തത് കൊണ്ട് തന്നെ നല്ലൊരു മണമാണ് കേട്ടോ. ഈ ഒരു തൈര് നമ്മളിങ്ങനെ കോരി എടുക്കുമ്പോൾ തന്നെ നല്ലൊരു മണം നമ്മുടെ മൂക്കിലേക്ക് അടിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ ഇത്രയുള്ളായിരുന്നു. എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് എൻ്റെ ഒരു വിശ്വാസമാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കാനും മറക്കരുത്. അപ്പോൾ അതിലൊരു ഓൺ ഓപ്ഷൻ കാണിക്കും, അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.